അപ്പോൾ വീണ്ടും സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും രാവിലെയിലേക്ക്. അപ്പോൾ നമുക്കറിയാം മഴയാണ്, ദുരിതപ്പെയ്ത്താണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്നുള്ളത്. 5 ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് ഉള്ളത്. ബാക്കി 9 ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പുമാണ് നൽകിയിട്ടുള്ളത്. സംസ്ഥാനത്തൊട്ടുക്ക് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് നൽകുന്നത്. ശക്തമായ കാറ്റും ഒക്കെ വീശുന്ന സാഹചര്യം. മത്സ്യബന്ധനത്തിന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പുണ്ട്. മലയോര യാത്രകൾ ഒഴിവാക്കണമെന്ന മുന്നറിയിപ്പുണ്ട്. അത്തരത്തിൽ അതീവ ജാഗ്രതയോടെ നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു കാലാവസ്ഥയാണ്, കാലഘട്ടമാണ്. അപ്പോൾ ഈ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി നമ്മൾ ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം കൊച്ചിയിൽ കപ്പൽ മറിഞ്ഞ് ഒരു വലിയ അപകടം മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കണം. ദേശീയ അന്തർദേശീയ തലത്തിലൊക്കെ മറ്റൊരുപാട് വാർത്തകൾ പ്രേക്ഷകരെ ഇന്നത്തെ ദിവസം കാത്തിരിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. പലയിടത്തും മണ്ണിടിച്ചിൽ. പമ്പ മുതൽ ഇലവുങ്കൽ വരെയുള്ള പ്രദേശത്ത് നിരവധി മരങ്ങൾ നിലംപൊത്തി. ഇടുക്കി, വയനാട് ഹൈറേഞ്ചുകളിലും ശക്തമായ മഴ. ഇന്ന് മലപ്പുറം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലും റെഡ് അലേർട്ട്. മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. ഡൽഹിയിലും കനത്ത മഴ. റെഡ് അലേർട്ട്. നിരവധി വിമാന സർവീസുകൾ വഴിതിരിച്ചുവിട്ടു. കൊച്ചിയിൽ നിന്ന് പോയ വിമാനം ലക്നൌവിൽ ഇറക്കി. മഴ പെയ്തപ്പോൾ ദേശീയപാത വികസനം ജനങ്ങൾക്ക് ദുരിതത്തിന്റെ വികസനമായി. കൂത്തനത്താണിയിൽ വെള്ളം ഒഴുകിയെത്തുന്നത് വീടുകളിൽ. ഹൈവേ അതോറിറ്റി എന്തുദ്ദേശിച്ചാണ് ചെയ്തത് നമുക്കൊരിക്കലും അറിയില്ല. ഈ പ്രദേശത്ത് സർവീസ് റോഡിലൂടെ വരുന്ന വെള്ളവും അതുപോലെ തന്നെ ഹൈവേയിൽ നിന്ന് വരുന്ന വെള്ളവും ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന വെള്ളവും ഇപ്പം എന്തെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് കണക്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. ജനങ്ങൾ കടുത്ത പ്രതിഷേധത്തിൽ. വ്യക്തമാകുന്നത് ജനത്തെ മറന്നു നടത്തിയ റോഡ് പണിയിലെ അശാസ്ത്രീയത. കണ്ണൂരിലെ കുപ്പത്ത് ദേശീയപാതയിലേക്ക് വീണ്ടും മണ്ണിടിച്ചിൽ. കപ്പലിലെ 24 ജീവനക്കാരും സുരക്ഷിതർ. ക്യാപ്റ്റൻ അടക്കം 3 പേർ കപ്പലിനുള്ളിൽ തന്നെ. രക്ഷാദൌത്യം തുടരുന്നു. നാവികസേനയും കോസ്റ്റ് ഗാർഡും രംഗത്ത്. കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. കപ്പൽ അപകടത്തെ തുടർന്ന് ആശങ്കയോടെ തീരം. കടലിൽ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ അപായ ഭീഷണി ഉയർത്തുമോ എന്ന് കണ്ടറിയണം. തീരത്തടിഞ്ഞാൽ തുടരുതെന്ന് മുന്നറിയിപ്പ്. അപകട കാരണം സംബന്ധിച്ചും വ്യക്തതയില്ല. BJP ലക്ഷ്യമിടുന്നത് 20 നിയമസഭാ മണ്ഡലങ്ങൾ. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡല പരിധിയിൽ മാത്രം 6 എണ്ണം. തലസ്ഥാന മണ്ഡലങ്ങൾ പിടിക്കാൻ രാജീവ് ചന്ദ്രശേഖറും കുമ്മനം രാജശേഖരനും അംഗം കുറിക്കുമെന്ന് സൂചന. മറ്റ് മുന്നണികളിലെ ജനസ്വാധീനമുള്ളവരെ BJPയിൽ എത്തിക്കാനും നീക്കം. ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘം ഇന്ന് ഗയാനയിൽ ന്യൂയോർക്കിൽ ഭീകരാക്രമണത്തിൽ തകർന്ന ട്വിൻ ടവർ സ്മാരകം സന്ദർശിച്ചു. വൈജയന്ത് പാണ്ഡെയും സംഘവും ബഹ്റൈനിൽ. സുപ്രിയ സുലെയുടെ സംഘം ഖത്തറിൽ. NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ഡൽഹിയിൽ. പ്രധാനമന്ത്രി പങ്കെടുക്കും. ദിവസമായിട്ടും കാളികാവിലെ ആളെക്കൊല്ലിക്കടുവയെ കൂട്ടിലാക്കാനായില്ല. ഇന്നും ദൌത്യം തുടരും. തെരച്ചിൽ നടത്തുന്നത് 20 പേരടങ്ങിയ 3 RRT സംഘങ്ങൾ. നമുക്ക് ആദ്യം തന്നെ സംസ്ഥാനത്തെ മഴയുടെ ഒരു സാഹചര്യം എങ്ങനെയാണ്, ദുരിതപ്പെയ്ത്ത് ഏത് തരത്തിലാണ്, മുന്നറിയിപ്പുകൾ ഏത് തരത്തിലാണ്, കെടുതികൾ ഏത് തരത്തിലാണ് എന്നൊക്കെ വിശദമായി നോക്കാം. എല്ലാ ജില്ലകളിൽ നിന്നും മേഖലകളിൽ നിന്നുമൊക്കെ ഞങ്ങളുടെ പ്രതിനിധികൾ ഇപ്പോൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തും. വടക്കൻ ജില്ലകളിൽ ഇന്ന് അതിതീവ്ര മഴയെ എന്നാണ് കാലാവസ്ഥാ പ്രവചനം. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് മുന്നറിയിപ്പുള്ളത്. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. തിരുവനന്തപുരത്ത് ശക്തമായ കടൽക്ഷോഭത്തെ തുടർന്ന് 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ശക്തമായ മഴയിൽ സംസ്ഥാനത്ത് 3 വീടുകൾ പൂർണ്ണമായും 122 വീടുകൾ ഭാഗികമായും തകർന്നു. ഇടുക്കിയിലും പത്തനംതിട്ടയിലും വിനോദസഞ്ചാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി. ഇന്നലെ കല്ലാർകുട്ടി ഡാമിന്റെ ഒരു ഷട്ടർ തുറന്നു. തിരുവനന്തപുരത്ത് നിന്ന് VV അരുൺ, പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ, കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ, മലപ്പുറത്ത് നിന്ന് CV അനുമോദ്, കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ, കാസർഗോഡ് നിന്ന് KV ബൈജു എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം നമ്മൾ കൊച്ചിയിലേക്കാണ് പോകുന്നത്. ഡാനി പോൾ അവിടെ നിന്ന് ചേരുന്നുണ്ട്. ഡാനി പോൾ, എറണാകുളത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? അവിടുത്തെ ഒരു മുന്നറിയിപ്പ് ഏത് തരത്തിലാണ്?
വലിയ മഴക്കെടുതി രേഖപ്പെടുത്തുന്നുണ്ടോ അവിടെ? അതെ, ഇതുവരെയും വലിയ രീതിയിലുള്ള ഒരു കെടുതികളോ കാര്യങ്ങളിലേക്കോ ഒന്നും തന്നെ ഭാഗ്യവശാൽ ഒന്നും തന്നെ എത്തിയിട്ടില്ല. എങ്കിൽ കൂടിയും വലിയ ജാഗ്രതയിൽ തന്നെയാണ് ജില്ല കടന്നു പോകുന്നത്. കാരണം വലിയ ജലാശയങ്ങളും അതോടൊപ്പം തന്നെ ഈ വെള്ളപ്പൊക്ക സാധ്യതകളും എല്ലാം മുന്നറിയിപ്പുമുള്ളൊരു പ്രദേശം തന്നെയാണ് എറണാകുളം ജില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് വലിയ ജാഗ്രത എല്ലാ മേഖലകളിലും തന്നെ പുലർത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തമായ മഴയാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രിയും മഴ പെയ്തു. ഇപ്പോൾ മഴ പെയ്തതിന് ഒരു അല്പം ശമനമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. മഴ ഒന്ന് മാറി നിൽക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ഏതു സമയവും കനത്ത മഴയിലേക്ക് തന്നെ എത്താവുന്ന സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. എന്തായാലും എറണാകുളം ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം സജ്ജമാക്കാനുള്ള എല്ലാവിധ നിർദ്ദേശങ്ങളടക്കം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അതിന് കാരണം പ്രധാനമായിട്ട് തന്നെയും ഈ ആലുവ അതോടൊപ്പം തന്നെ പെരിയാർ മേഖലകൾ ഇവിടങ്ങളിലെല്ലാം തന്നെയും ഈ മഴ പെയ്ത്ത കൂടുകയാണെങ്കിൽ ജലവിധാനം ഉയരാനുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട് എന്നതാണ്. ഭൂതത്താൻ അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. പെരിയാറിൻ്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ഒരു അപകടകരമായ ഒരു സാഹചര്യമില്ല എന്നൊരു പൊതു വിലയിരുത്തൽ നിലവിൽ ഉണ്ട്. പക്ഷേ മഴ കനക്കുകയാണെങ്കിൽ അത്തരം അറിയിപ്പുകളിലേക്കെല്ലാം തന്നെ നീങ്ങേണ്ടി വരികയും ചെയ്യും. കൊച്ചി നഗരത്തിലേക്ക് വരികയാണെങ്കിൽ മഴ ശക്തമായിട്ട് തുടരുന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ളൊരു വെള്ളക്കെട്ട് ആ രീതിയിലേക്ക് രൂപപ്പെടുന്നില്ല. കാരണം ഇതിനൊരു ഇടവേളകൾ ഉണ്ട് എന്നതുകൊണ്ട് ആ ഒരു ആശ്വാസത്തിൽ മാത്രമാണ് കൊച്ചി നഗരം പിടിച്ചു നിൽക്കുന്നത്. അല്ലായെങ്കിൽ തുടർച്ചയായ മണിക്കൂറുകൾ മഴ നീങ്ങുകയാണെങ്കിൽ വലിയ രീതിയിലേക്ക് വെള്ളക്കെട്ടുണ്ടാകാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതികളെല്ലാം തന്നെ കുറേയെങ്കിലും ഗുണകരമായിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലേക്ക് വരുന്നു. ജില്ലയുടെ കിഴക്കൻ മേഖലകളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ പിറവവും കോതമംഗലം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ വരികയാണെങ്കിൽ മഴ ശക്തമായിട്ട് തുടരുന്നൊരു സാഹചര്യം തന്നെയാണ് അവിടെയുള്ളത്. മണ്ണിടിച്ചിൽ ഭീഷണി അടക്കമുള്ള സാഹചര്യങ്ങൾ അതിൽ ജാഗ്രത പാലിക്കണമെന്നുള്ള ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ മരം കടപുഴകി വീഴാനുള്ള സാധ്യതകൾ ഈ മേഖലകളിലെല്ലാം തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. ജലാശയങ്ങളോട് ചേർന്ന് പ്രത്യേകിച്ച് നദികളോട് ചേർന്നുള്ള മറ്റു ഭാഗങ്ങളിലും ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കനത്ത കാറ്റിലും മഴയിലുമെല്ലാം മരങ്ങൾ ഒടിഞ്ഞു വീണ സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഭാഗത്ത് ഈ വഴി തുറന്നു കൊടുക്കുക തുടങ്ങിയ അടക്കമുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. ജില്ലയുടെ തീരമേഖലകളിലേക്ക് വരുമ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചിയിലേക്ക് വരുമ്പോൾ ഈ മേഖലയിലേക്ക് വരുമ്പോഴെല്ലാം തന്നെ ശക്തമായ ഒരു കടലാക്രമണം തീരമേഖലകളിലെല്ലാം തന്നെ അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഫോർട്ട് കൊച്ചി, ചെല്ലാനം, വൈപ്പിൻ തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ ശക്തമായ രീതിയിലുള്ള ഒരു കടലാക്രമണം ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അത് കാലവർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ രീതിയിലേക്ക് എത്തുന്നു എന്നത് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ഇനിയും കുറേയധികം ദിവസങ്ങൾ മഴയുടെ ദിവസങ്ങൾ തന്നെയാണ്. പക്ഷേ തുടക്കത്തിൽ തന്നെ വലിയ രീതിയിലേക്ക് മഴ വരുന്ന ഒരു അനുഭവത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. കടലാക്രമണം തുടങ്ങിയിരിക്കുന്നു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. പ്രത്യേകിച്ച് വെയിലേറ്റ സമയമാകുമ്പോൾ ഇതിൻ്റെ ഒരു രൂക്ഷത കുറച്ചുകൂടി കൂടും. നമുക്കറിയാം ചെല്ലാനം പോലുള്ള മേഖലയിൽ, കണ്ണമാലി പോലുള്ള ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണമാലിയിൽ എല്ലാം തന്നെ ജനങ്ങൾ പ്രതിഷേധത്തിലേക്കടക്കം നീങ്ങിയതാണ്. ഇവിടങ്ങളിലെല്ലാം തന്നെ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ കരുതിയിരിക്കണം എന്ന നിർദ്ദേശമാണ് തദ്ദേശ സ്ഥാപനങ്ങളോട് നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളോ കാര്യങ്ങളോ തുറക്കേണ്ടതുണ്ടെങ്കിൽ അതിന് സജ്ജമായിരിക്കുക, അതിനുള്ള സ്ഥലങ്ങളും കണ്ടെത്തിക്കൊണ്ട് കൃത്യമായി മുന്നോട്ട് പോവുക എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ എല്ലാവരും തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഈ ദുരന്ത നിവാരണ അതോറിറ്റി അടക്കമുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. ഏതായാലും ജില്ലയുടെ ഇങ്ങനെയൊരു പൊതുചിത്രമാണ് നിലവിലുള്ളത്. ശക്തമായ ഒരു മഴ ഉണ്ടെങ്കിൽ കൂടിയും അതിന് ഇടവേളകളുള്ളത് കൊണ്ട് മാത്രമാണ് അതിൻ്റെ ഒരു ആശ്വാസത്തിൽ നിൽക്കുന്നത്. കാര്യമായ രീതിയിലുള്ള മഴക്കെടുതികൾ ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല. വലിയ ജാഗ്രതയോടുകൂടി കടന്നു പോകുന്നു. അതിൽ പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ, ഈ താഴ്ന്ന പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് പെരിയാറിനോട് ചേർന്ന് വരുന്ന താഴ്ന്ന പ്രദേശങ്ങളിലാണ് കൂടുതൽ ജാഗ്രത പുലർത്തുന്ന സാഹചര്യം നിലവിലുള്ളത്. പ്രത്യേകിച്ച് അണക്കെട്ടുകൾ, ഭൂതത്താൻ അണക്കെട്ട് ജലസേചന അണക്കെട്ടാണ് അത്. എങ്കിൽ കൂടിയും അതിന് ഷട്ടറുകൾ ഉയർത്തുന്നത് ചെറിയ രീതിയിലെങ്കിലും ജലവിധാനം ഉയർത്താനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. അപ്പോൾ ആ മേഖലകളിലെല്ലാം പ്രത്യേകിച്ച് ഏലൂര്, പാതാളം പോലുള്ള മേഖലകളിലെല്ലാം തന്നെ കരുതി ഇരിക്കുക എന്നൊരു നിർദ്ദേശം
ആ രീതിയിലടക്കം നൽകിയിട്ടുണ്ട്. വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ ദിവസങ്ങൾ കടന്നു പോകുന്നത്. തീർച്ചയായും ഡാനി പോളാണ് എറണാകുളത്തെ വിശദമായ വിവരങ്ങൾ നമ്മളുമായി പങ്കുവച്ചത്. ഡാനിയുടെ ഫ്രെയിമിൽ നമ്മൾ കണ്ടു കടൽ എത്രത്തോളം അശാന്തമാണ് എന്നുള്ളത്. പക്ഷേ ഇടവിട്ടുള്ള മഴയായതിനാൽ തന്നെ അത്രത്തോളം ദുരിതപൂർണമായ ഒരു സാഹചര്യമല്ല നിലവിൽ എറണാകുളം ജില്ലയിൽ ഉള്ളത് എന്നുള്ളതാണ് ആശ്വാസകരം. ഇനി നമുക്ക് നേരെ മലപ്പുറം ജില്ലയിലേക്ക് പോകാം. അവിടെ CV അനുമോദുണ്ട്. അനുമോദ്, എന്താണ് മലപ്പുറത്തെ ഒരു സാഹചര്യം? അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിലൊക്കെ വലിയ കെടുതി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അനിയ, ഗുഡ് മോർണിംഗ്. റെഡ് അലർട്ടാണ് മേഖലയിലുള്ളത്. ഇന്നലെ രാത്രി ജില്ലയിൽ മിക്കയിടങ്ങളിലും മഴ നല്ലപോലെ ലഭിച്ചിട്ടുണ്ട്. ചെറിയ ഇടങ്ങളിലൊക്കെ വെള്ളക്കെട്ട് ഉള്ളതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ പ്രശ്നങ്ങളൊന്നും മാറിയിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം. ഇന്നലെ പൊന്നാനി, കൊണ്ടോട്ടി, തിരൂർ താലൂക്കുകളിൽ 3 വീട് ഇടിഞ്ഞു വീണതായിട്ടുള്ള വാർത്തയും വന്നിട്ടുണ്ട്. പക്ഷേ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. നിലവിൽ നദികളിലെ ജലനിരപ്പ് അത് അപകട നിലയിൽ എത്തിയിട്ടില്ല. കാരണം നമുക്കറിയാം മഴക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഇപ്പോൾ നദികളൊക്കെ സാധാരണ അവസ്ഥയിൽ തന്നെയാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലെ മഴവെള്ളമൊക്കെ ഒഴുകിപ്പോകാനുള്ള സാഹചര്യം ഉണ്ട്. അത് മറ്റു തരത്തിൽ വെള്ളം കയറുന്നതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഘട്ടം വരേക്കും എവിടെ നിന്നും ഉണ്ടായിട്ടില്ല. അതേസമയം റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് കള്ളക്കടൽ പ്രതിഭാസം കൂടി വരും എന്ന മുന്നറിയിപ്പുള്ളതിനാൽ തീരദേശങ്ങളിലും ബീച്ചിലും ആരും പോകരുതെന്ന കർശന മുന്നറിയിപ്പ് ഇന്നലെ രാത്രി ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളാവട്ടെ വിനോദസഞ്ചാരികളാവട്ടെ ആരും തന്നെ കടലിലേക്ക് പോവുകയോ തീരദേശങ്ങളിലേക്ക് പോവുകയോ ചെയ്യരുത് എന്ന കർശന മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. മലയോര മേഖലകളിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ റെഡ് അലർട്ടും അതിതീവ്ര മഴയും മുന്നറിയിപ്പ് നൽകുന്ന ദിവസങ്ങളിൽ ഗൂഡല്ലൂർ, നിലമ്പൂർ വഴിയുള്ള മലയോര ഹൈവേ വഴിയുള്ള പാത രാത്രി 8 മുതൽ രാവിലെ 8 വരെ അവശ്യ സർവീസുകൾക്ക് മാത്രമേ നൽകൂ എന്ന അറിയിപ്പും ജില്ലാ ഭരണകൂടം ഇതിനോടകം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വാറിയുടെ പ്രവർത്തനം ജില്ലയിലെ എല്ലായിടത്തെയും ക്വാറി പ്രവർത്തനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴ ഇന്നലെ രാത്രി എല്ലായിടത്തും നല്ലപോലെ പെയ്യുന്നുണ്ട്. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ശക്തമായ മഴയ്ക്ക് മുന്നറിയിപ്പുള്ളത്. വീണ്ടും ഇപ്പോൾ മഴ പെയ്തു തുടങ്ങിയിരിക്കുകയാണ്. കനത്ത മഴ ഇടയ്ക്ക് വന്ന് പെയ്തു മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. സ്ഥലത്തേക്ക് മാറി നിന്നോളൂ. ഞാൻ അനുമോദിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ അനുമോദ് നിന്ന സ്ഥലത്ത് മഴ വീണ്ടും പെയ്തിരിക്കുകയാണ്. മലപ്പുറത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ്. ഇന്ന് റെഡ് അലർട്ട് മുന്നറിയിപ്പാണ് ഉള്ളത്. വലിയ രീതിയിൽ ആശങ്കാജനകമായ ഒരു സാഹചര്യത്തിലുള്ള മഴക്കെടുതികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ പോലും നിരവധി വീടുകൾക്ക് അവിടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മരം കടപുഴകി വീണ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ദുരിതപൂർണമായ അവസ്ഥ തന്നെയാണ് മലപ്പുറം മേഖല കേന്ദ്രീകരിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അനുമോദ് തുടർന്നോളൂ. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് അധികൃതരുടെ നിർദ്ദേശം ഉള്ളത്. കഴിഞ്ഞ ദിവസമൊക്കെ ഉച്ചയ്ക്ക് ശേഷമാണ് പലയിടത്തും മഴയുടെ ഒരു ശക്തി കൂടിയിട്ടുള്ളത്. ചിലയിടങ്ങളിൽ റോഡിന് പുറകെ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആളപായം ഉണ്ടാവുകയോ വലിയ നാശനഷ്ടം ഉണ്ടാവുകയോ ഇല്ലാത്തതുകൊണ്ട് വലിയ ആശങ്കകൾക്ക് അത് വഴിയൊരുക്കിയിട്ടില്ല. ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് മലപ്പുറം ജില്ലയുടെ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് മഴക്കാലത്തെ സംബന്ധിച്ചുള്ള ആശങ്കകൾ ഉയരുക. നമുക്കറിയാം ഓരോ മഴക്കാലത്തും ആ മേഖലയിൽ ഉണ്ടാകുന്ന മണ്ണിടിച്ചിലും അതുപോലെ തന്നെ നിലമ്പൂർ മേഖലകളിലെ 5ഓളം പുഴകളിൽ നിന്നുള്ള ആ വെള്ളത്തിൻ്റെ അളവ് ഉയരുമ്പോൾ ആ മേഖല ഒന്നാകെ വെള്ളത്തിനടിയിൽ പോകുന്നതൊക്കെ വലിയ ആശങ്ക ഉണ്ടാകുന്ന സാഹചര്യം നമുക്ക് എല്ലാ തവണയും തീർക്കുന്നതാണ്. മലയോര മേഖലയിൽ ഇപ്പോൾ നിലവിൽ ആശങ്കയില്ല. മാത്രമല്ല മലപ്പുറത്തെ സംബന്ധിച്ച് മലപ്പുറത്ത് മഴ പെയ്താലും ഇല്ലെങ്കിലും നീലഗിരി, വയനാട് മേഖലകളിൽ കനത്ത മഴ പെയ്താൽ പോലും അതിൻ്റെ അനന്തരഫലം വരിക നിലമ്പൂർ മേഖലയിലാണ്. അപ്പോൾ മറ്റിടങ്ങളിലെ കാലാവസ്ഥയും മഴയും കൂടി മലപ്പുറം ജില്ലയെ സ്വാധീനിക്കുന്ന ഒന്നാണ് എന്നതുകൂടി ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ എവിടെയും ദുരിതാശ്വാസ ക്യാമ്പുകളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ റെഡ് അലർട്ട് ആയതുകൊണ്ട് തന്നെ കനത്ത മഴയ്ക്കുള്ള സാധ്യത മുന്നിൽ കണ്ട് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ട്യൂഷൻ സെൻ്ററുകൾക്കും അതുപോലെ മറ്റ് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ട്യൂഷൻ കോച്ചിങ് സെന്ററുകൾ അടക്കം മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒക്കെ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യം കൂടിയാണ്.
കഴിവതും വീടിനുള്ളിൽ തന്നെ ഇരിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. മറ്റനാവശ്യ യാത്രകളൊക്കെ ഒഴിവാക്കണം. മഴപ്പേടിയിലാണ് സംസ്ഥാനമുള്ളത്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലൊക്കെ അതീവ ജാഗ്രത മുന്നറിയിപ്പാണുള്ളത്. അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് അവിടെ ഉള്ളത്. റെഡ് അലേർട്ടാണ് വടക്കൻ കേരളത്തിലെ മിക്കവാറും ജില്ലകളിലെല്ലാം പ്രഖ്യാപിച്ചിട്ടുള്ളത്. 5 ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് മുന്നറിയിപ്പുള്ളത്. നമ്മൾ മലപ്പുറത്ത് നിന്ന് നേരെ പോകുന്നത് കാസർഗോഡേക്കാണ്. അവിടെ നിന്ന് KV ബൈജു നമുക്കൊപ്പം ചേരുന്നു. ബൈജു, വെരി ഗുഡ് മോർണിംഗ്. കാസർഗോട്ടെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഇത്തവണ കാലവർഷം ആദ്യം എത്തിയത് വടക്കൻ കേരളത്തിലാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതോടൊപ്പം ഈ കാസർഗോട്ടെ ഒരു സാഹചര്യം എടുത്താൽ അവിടെ റെഡ് അലേർട്ട് മുന്നറിയിപ്പാണ്. വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? ആര്യ, ഗുഡ് മോർണിംഗ്. അതെ, കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ശക്തമായ മഴ ലഭിച്ച സ്ഥലമാണ്. കൂടാതെ ദേശീയപാതയുടെ നിർമ്മാണം ഒക്കെ നടക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. പല സ്ഥലങ്ങളിലും റോഡ് ഇടിഞ്ഞ് താഴുന്നതും അതുപോലെ തന്നെ വിള്ളൽ അനുഭവപ്പെടുന്നതും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതായാലും ഇന്നലെ മുതൽ ശക്തമായ മഴയാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. റെഡ് അലർട്ട്, മലപ്പുറത്തിന് സമാനമായി തന്നെ റെഡ് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് വലിയ തോതിലുള്ള മഴ പെയ്യുന്നില്ല, ഇടവിട്ട് പെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ്. എന്തായാലും നദികളിലെല്ലാം ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ നദിക്കരയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കാര്യക്കോട്, നേത്രാവതി, അതുപോലെ തന്നെ മധുവാഹിനി തുടങ്ങിയ പുഴകളിലെല്ലാം ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം മലയോര മേഖലകളിലാണ് ഏറ്റവും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ കാലവർഷത്തിലൊക്കെ നമുക്കറിയാം വലിയ തോതിലുള്ള നാശനഷ്ടമുണ്ടായ പ്രദേശമാണ്. പ്രത്യേകിച്ച് വെള്ളരിക്കുണ്ട് താലൂക്കിലാണ്. മണ്ണിടിച്ചൽ സാധ്യതാ മേഖലയാണ്. രാത്രികാലങ്ങളിലുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റു ജില്ലകളിൽ സമാനമായി തന്നെ ടൂറിസം മേഖലകളിൽ കടുത്ത നിയന്ത്രണം കാസർഗോഡ് ജില്ലയിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ബീച്ചുകളിൽ ആണ് ഈ നിയന്ത്രണം ഉള്ളത്. അതോടൊപ്പം തന്നെ റാണിപുരം ടൂറിസത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ ശക്തമായ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ കുപ്പത്താണ് വലിയ തോതിലുള്ള മണ്ണിടിച്ചൽ ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ രാത്രിയും മണ്ണിടിച്ചിൽ ഉണ്ടായി. പ്രദേശവാസികൾ വലിയ ആശങ്കയിലാണ്. വീടുകളിലൊക്കെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ തീരപ്രദേശങ്ങളിലും വലിയ തോതിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും കടൽ ഭിത്തി ഇല്ലാത്ത ഒരു പ്രശ്നമുണ്ട്. 75 കിലോമീറ്ററിലാണ് കാസർഗോഡ് ജില്ലയുടെ തീരപ്രദേശമുള്ളത്. പല മേഖലകളിലും ഈ കടൽ ഭിത്തി ഇല്ലാത്തതുകൊണ്ട് തന്നെ വീടുകളിലേക്ക് അടിച്ചു കയറുന്ന ഒരു സാഹചര്യമുണ്ട്. കടലാക്രമണ ഭീഷണി പല സ്ഥലത്തും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ കാലവർഷത്തിൽ തന്നെ നിരവധി വീടുകളാണ് ഈ പ്രദേശത്തൊക്കെ നഷ്ടപ്പെട്ടത്. ഇത്തവണയും ആ ഒരു ആശങ്ക പ്രത്യേകിച്ച് കസബ, അജാനൂർ, തൈക്കടപ്പുറം, ഷെറിയ മേഖലകളിലൊക്കെ വലിയ തോതിലുള്ള ആശങ്ക ഈ തീരപ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പുകളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇതുവരെ ആരെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടില്ല. വലിയ തോതിലുള്ള ഒരു സംഭവം കാലാവസ്ഥ കെടുതി കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായിട്ടില്ല. മരങ്ങൾ പല ഭാഗങ്ങളിലും കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അപകടകരമായ സാഹചര്യത്തിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ദേശീയപാത തന്നെയാണ് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്. 52 ഇടത്താണ് അപകട സാധ്യത മുന്നറിയിപ്പുള്ളത്. ഏതായാലും പ്രത്യേകിച്ച് ഡ്രൈനേജ് ഇല്ലാതെ ഒരു സംവിധാനം അശാസ്ത്രീയമായ രീതിയിൽ പലയിടങ്ങളിലും ഈ റോഡിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത് അത് തന്നെയാണ് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്. ഏതായാലും ജില്ലാ ഭരണകൂടം ഇതിൽ ഇടപെടുന്നുണ്ട്. കൃത്യമായി ഇടപെട്ട് വീരമലക്കുന്ന് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു തൊഴിലാളി മണ്ണിടിഞ്ഞ് മരിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. 20ഓളം വീടുകളാണ് ഇവിടെ അപകടാവസ്ഥയിലുള്ളത്. അതോടൊപ്പം തന്നെ ചെങ്കള ഭാഗങ്ങളിലാണ് വലിയ ആശങ്കയുള്ളത്. ദേശീയപാത നിർമ്മാണം നടക്കുന്ന 2ാം റീച്ചാണ് ഇത്. ചെങ്കള മുതൽ തളിപ്പുറം വരുന്ന 2ാം റീച്ച് മെഗാ കൺസ്ട്രക്ഷൻ ആണ്. വലിയ തോതിലുള്ള ആക്ഷേപം ഉയർന്നിട്ടുള്ളത് ഈ മേഖലകളിലാണ്. എന്തായാലും ജില്ലാ ഭരണകൂടം ഇത് കൃത്യമായി നിരീക്ഷിച്ചു വരുന്നുണ്ട്. വലിയ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലും നൽകിയിട്ടുള്ളത്. ആര്യ, തീർച്ചയായും കാസർഗോഡ് ജില്ലയിലെ സാഹചര്യമാണ് KV ബൈജു പങ്കുവച്ചത്. ബൈജുവിന്റെ ഫ്രെയിമിൽ തന്നെ വ്യക്തമായിരുന്നു ഇടതടവില്ലാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ കാറ്റ് ആ മേഖലയിൽ ആഞ്ഞ് വീശുന്നുണ്ട്. എന്തായാലും ചെറിയ രീതിയിലുള്ള മഴക്കെടുതികളൊക്കെ കാസർഗോഡ് ജില്ലയിലും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമാണ്. മരങ്ങൾ കടപുഴകി വീഴുന്നു. അതോടൊപ്പം ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ വാർത്തകളൊക്കെയും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം KV ബൈജു സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം മേഖലകളിലൊക്കെ ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് വികസനം നടക്കുന്നതിനാൽ തന്നെ ഈ മഴ കൂടി പെയ്തപ്പോൾ ആ ദുരിതം ജനങ്ങൾക്ക് ഇരട്ടിയായിരിക്കുന്നു. കുപ്പത്ത് വീണ്ടും മണ്ണിടിഞ്ഞ സാഹചര്യമുണ്ട്. കണ്ണൂർ കുപ്പത്ത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത്
കഴിഞ്ഞ നേരത്തെയും 2 ദിവസം മുമ്പൊക്കെ അവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായതാണ്. വീണ്ടും അവിടെ മണ്ണിടിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കാസർഗോഡ് ജില്ല അടക്കമുള്ള വടക്കൻ ജില്ലകളുടെ ഒരു വിവരങ്ങൾ കൂടിയാണ് KV ബൈജു പങ്കുവച്ചത്. ഇനി നമുക്ക് പത്തനംതിട്ട ജില്ലയിലേക്ക് പോകാം. അവിടെ നിന്ന് ശശിനാരായണൻ നമുക്കൊപ്പം ചേരുകയാണ്. ശശിനാരായണൻ, വലിയ രീതിയിൽ മഴ ലഭിക്കുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല. അവിടുത്തെ മലയോര മേഖലകളിലെ അടക്കം സാഹചര്യം എങ്ങനെയാണ്? പത്തനംതിട്ട ജില്ലയില് ശക്തമായ മഴയാണ് ഇന്നലെ രാത്രി ഉണ്ടായിരുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടി മഴയ്ക്ക് അല്പം ശമനമുണ്ടായി. രാത്രി മുഴുവൻ വലിയ തോതിലുള്ള മഴ ജില്ലയിൽ പരക്കെ ലഭിക്കുകയുണ്ടായി. പല സ്ഥലങ്ങളിലും മരം കടപുഴകി വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ട സാഹചര്യമുണ്ട്. ശബരിമല റോഡിൽ പമ്പ മുതൽ ചാലക്കയം മുതൽ പമ്പ വരെയുള്ള ഭാഗങ്ങളിൽ മരം വീണ് റോഡ് തടസ്സപ്പെട്ടിട്ടുണ്ട്. ഒപ്പം ചിറ്റാറിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. കൊക്കാത്തോട്ടിൽ നിന്ന് രാത്രി മരം വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. അവിടെ എത്തിയ KSRTC ബസ് രാത്രി കുടുങ്ങിപ്പോകുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. എന്തായാലും നദിയിലെ ജലനിരപ്പ് അച്ചൻകോലാറ്റ് നദിയിലെ ജലനിരപ്പും ഒഴുക്കി വർദ്ധിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നലെ രാത്രി 8 മണിയോട് കൂടി തന്നെ കോന്നി അട്ടച്ചാക്കൽ സ്വദേശി ഈ ഒഴുക്കിൽപ്പെട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അത്ഭുതകരമായി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. 2 കിലോമീറ്റർ ദൂരം അച്ചൻകോലാറ്റിൽ ഒഴുകിപ്പോയി. ഇതിനുശേഷമാണ് അദ്ദേഹത്തെ നാട്ടുകാർ രക്ഷപ്പെടുത്തിയത്. കിഴക്കൻ മലയോര മേഖലയിൽ രാത്രികാലങ്ങളിൽ വനമേഖലകളിൽ ശക്തമായ മഴയാണ് പത്തനംതിട്ട ജില്ലയിൽ ലഭിക്കുന്നത്. ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ മലയോര മേഖലയിലേക്കുള്ള യാത്രയ്ക്കും രാത്രികാല നിയന്ത്രണം ജില്ലാ ഭരണകൂടം ഇന്നലെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് മുതൽ 28-ാം തീയതി വരെയുള്ള കാലയളവിൽ രാത്രികാല യാത്രയ്ക്ക് നിരോധനമുണ്ട്. വിനോദസഞ്ചാര മേഖല, കുട്ടവഞ്ചി സവാരി കേന്ദ്രം, അതുപോലെ തന്നെ ഗവി അടക്കമുള്ള മേഖലയ്ക്കുള്ള യാത്രയ്ക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെക്കാനും ജില്ലാ ഭരണകൂടം ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇതിൽ ഉപരിയായി മണ്ണിടിച്ചിലുള്ള മേഖല, ഉരുൾപൊട്ടലുള്ള മേഖല തുടങ്ങിയ പ്രദേശങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ ഏറെയാണ്. ആ പ്രദേശങ്ങളിലെല്ലാം പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിയന്തര ഘട്ടം വന്നാൽ ഇവരെ മാറ്റി പാർപ്പിക്കേണ്ട നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങളും പല സ്കൂളുകളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ആളുകളെ ആരും തന്നെ ഒരു ക്യാമ്പിലേക്ക് മാറ്റിയിട്ടില്ല. നിലവിൽ രാത്രി കാലങ്ങളിൽ ശക്തമായ അതിതീവ്ര മഴ പെയ്യുന്നു എന്നതാണ് ആശങ്ക ഉണ്ടാക്കുന്നത്. നദിയിലെ അച്ചൻകോൽ പമ്പ നദികളിലെ ജലനിരപ്പ് നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ആളുകളെ ആരും ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ മറ്റ് ക്യാമ്പുകളിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം നിലവിലത്തെ സാഹചര്യത്തില്ല. പക്ഷേ എന്തെങ്കിലും അത്തരം അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അവരെ അത്തരം കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള എല്ലാ നടപടികളും ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഗതാഗത തടസ്സമാണ് പ്രധാനമായിട്ടും. അതിലുപരിയായി ഏറെ കൂടുതൽ വൈദ്യുതി തടസ്സം, മിക്ക സ്ഥലങ്ങളിലും മരം വീണ് വൈദ്യുതി തടസ്സപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. രാത്രിയിൽ പൂർണ്ണമായി കോന്നി, അതുപോലെ തന്നെ അടൂര്, പല പ്രദേശങ്ങളിലും വൈദ്യുതി മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതെല്ലാം ഈ മരം വീണ് ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞതിന്റെ വൈദ്യുതി തടസ്സവും ഈ പ്രദേശങ്ങളിൽ വ്യാപകമായി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഒരു ജാഗ്രതാ നിർദ്ദേശം ജില്ലയിൽ തുടരുകയാണ്. 28-ാം തീയതിയാണ്, അതായത് ഇന്ന് മുതൽ 28-ാം തീയതിയാണ് ഇത്ര ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മലയോര മേഖലയ്ക്ക് യാത്രാ നിയന്ത്രണം അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകാൻ സാധ്യതയുണ്ട്. കാരണം ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ നദീ തീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾ കരുതിയിരിക്കുക എന്നുള്ളതാണ് ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. പക്ഷെ ആശങ്കപ്പെടേണ്ട, ആളുകളെ ഭയപ്പെടുത്തേണ്ട സാഹചര്യമില്ല. പക്ഷേ മുൻകൂട്ടി മലയിടിച്ചിലൊക്കെ മണ്ണിടിച്ചിലുള്ള മേഖലകൾ ഏറെയാണ്. ചെയ്തത്തോടെ, തണ്ണിത്തോടെ, ചിറ്റാറ്, അങ്ങമൂതി തുടങ്ങിയ ഭാഗങ്ങളിൽ കൊക്കാത്തോട് അടക്കമുള്ള മേഖലകൾ ഈ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സാധ്യതയുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു ജാഗ്രത നൽകിയിട്ടുള്ളത്. ആര്യ, തീർച്ചയായും ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അതിശക്തമായ മഴയാണ് പത്തനംതിട്ട ജില്ലയിലും രേഖപ്പെടുത്തുന്നത്. ജാഗ്രതാ നിർദ്ദേശം അവിടെയും തുടരുകയാണ്. അവിടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകൾക്കൊക്കെ വിലക്കുണ്ട്. മലയോര യാത്രകൾക്കുമൊക്കെ വിലക്കുണ്ട്. മലയോര ജനത അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവുമുണ്ട്. ഉരുൾപൊട്ടൽ സാധ്യത, മണ്ണൊലിപ്പ് സാധ്യതയൊക്കെ മുന്നിൽ കാണുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതാണ് ആശ്വാസകരം. തിരുവനന്തപുരം ജില്ലയിലേക്ക് വന്നാൽ VV അരുൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, എന്താണ് തലസ്ഥാന ജില്ലയിലെ ഒരു സാഹചര്യം? താഴ്ന്ന പ്രദേശങ്ങളൊക്കെ ഇതിനകം വെള്ളക്കെട്ടിലായിട്ടുണ്ടോ? എന്താണ് മറ്റ് വിവരങ്ങൾ? തലസ്ഥാനത്ത് മഴ ഇപ്പോൾ മാറി നിൽക്കുന്നു. തെളിഞ്ഞു വരുന്ന കാലാവസ്ഥയാണ്. പൂർണ്ണമായും തെളിഞ്ഞ കാലാവസ്ഥ പറയാനാണെങ്കിൽ പോലും ഇന്നലെയൊക്കെ ഉള്ളതുപോലുള്ളൊരു കാലാവസ്ഥയല്ല തലസ്ഥാനത്ത് ഉള്ളത്. കാര്യമായ വെള്ളക്കെട്ട് എവിടെയും ഉള്ളതായും അറിവില്ല. കഴിഞ്ഞ ദിവസത്തെ മഴയിലുണ്ടായ നാശനഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോഴുള്ളത്. ഇന്നലെ ചില അപകടങ്ങൾ, തീപിടുത്തം പോലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടായി. അത് ഈ മഴയിലൊക്കെ തൂണൊക്കെ മറിഞ്ഞു വീണ് ഫ്ലക്സ് ബോർഡിലേക്ക് വീണ് ബാലരാമപുരത്തൊക്കെ അങ്ങനെ ഒരു അപകടമാണ് ഉണ്ടായത്. ഒരു ഫ്ലക്സ് വൈദ്യുതി തൂൺ
മറിഞ്ഞു വീണ് അങ്ങനെ ഒരു അപകടമാണ്. ഫ്ലക്സ് വലിയ ഹോർഡിങ്സ് കത്തി അത് കടയിലേക്ക് പടരുന്ന ഒരു അപകടമുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് കാര്യമായ അപകടങ്ങൾ ഇന്നലെ രാത്രി ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ കടൽ പ്രക്ഷുബ്ധമാണ്. ഞാനുള്ളത് ശംഖുമുഖത്താണ്. ഇവിടെ കടൽ പ്രക്ഷുബ്ധമാണ്. തീരം പൂർണ്ണമായും ഇല്ലാതാക്കി കടൽ കരയിലേക്ക് കയറിക്കഴിഞ്ഞു. അത് തീരമേഖലയിൽ ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. പരമാവധി ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികളുമൊക്കെ ഇതിനകം ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ ക്യാമ്പുകളും മറ്റും തുറന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലയിലും ഇതുവരെ കാര്യമായ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഓറഞ്ച് അലർട്ടാണെങ്കിലും മഴ ഇപ്പോൾ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പൊതുവിൽ ഉള്ളത്. ഈ തീരമേഖലയിലാണ് കുറച്ചെങ്കിലും ഒരു ആശങ്ക ഈ ഘട്ടത്തിലുള്ളത്. കഴിഞ്ഞ ദിവസം ജില്ലയിലെ മന്ത്രിമാരായ വി ശിവൻകുട്ടിയും ജി ആർ എന്നും അതുപോലെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെയൊക്കെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ജില്ലയിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. ഏത് സാഹചര്യവും നേരിടാൻ ജില്ല തയ്യാറാണ്, ജില്ലാ ഭരണകൂടവും സർക്കാരും തയ്യാറാണെന്ന ഒരു ആത്മവിശ്വാസവും ജില്ലാ ഭരണകൂടം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപകടാവസ്ഥയിലുള്ള മരങ്ങളാണ് തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു വില്ലൻ. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ്. നിരവധി മരങ്ങൾ ഒടിഞ്ഞു വീണു. 200-ലേറെ കോളുകളാണ് ഫയർഫോഴ്സിന് ഒറ്റ രാത്രിയിൽ മാത്രം അറ്റൻഡ് ചെയ്യേണ്ടി വന്നത്. അത്രയധികം ജോലി ഇന്നലെ മെനിങ്ങാന്ന് രാത്രി തുടങ്ങിയ ജോലി ഇന്നലെ വൈകുന്നേരം അവസാനിച്ചിട്ടില്ല എന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടായിരുന്നു. പലയിടത്തും വൈദ്യുതി മുടങ്ങിയിരുന്നു. വൈദ്യുതി തൂണുകളും അതുപോലെ തന്നെ മരങ്ങളും ഒക്കെ ഒടിഞ്ഞു വീണ വൈദ്യുതി പലയിടത്തും ഇന്നലെ രാത്രിയും ഒക്കെ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും കിട്ടാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അത്രയധികം നാശമാണ് ഒരു ദിവസത്തെ കാറ്റും മഴയും തലസ്ഥാന ജില്ലയ്ക്ക് ഉണ്ടാക്കിയത്. പക്ഷേ ഇപ്പോൾ പൊതുവിൽ ശാന്തമാണ് തലസ്ഥാനം നഗരം. ഈ തീരം കുറച്ച് പ്രക്ഷുബ്ധമെന്നതിനപ്പുറത്തേക്ക് കാര്യമായ ആശങ്കകൾ ഈ ഘട്ടത്തിൽ തലസ്ഥാനത്തില്ല. തീർച്ചയായും വി അരുണാണ് തിരുവനന്തപുരത്തെ വിവരങ്ങൾ പങ്കുവച്ചത്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കടൽ പ്രക്ഷുബ്ധമാണ് എന്നതിനപ്പുറം ഇപ്പോൾ മഴ ഒരല്പം മാറി നിൽക്കുന്ന സാഹചര്യമാണ് തലസ്ഥാനത്തുള്ളത്. വലിയ ദുഷ്കരമായ സാഹചര്യങ്ങളൊന്നും തന്നെയും എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് പോലും അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യാത്തൊരു സാഹചര്യമാണ് നിലവിൽ തലസ്ഥാന ജില്ലയിൽ ഉള്ളത്. ഇനി കേരളത്തിൽ മാത്രമല്ല, അങ്ങ് ഡൽഹിയിലും ശക്തമായ മഴ പെയ്യുകയാണ്. ശക്തമായ കാറ്റും മഴയുമാണ് ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ രാത്രിയാണ് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും അനുഭവപ്പെട്ടത്. മിൻഡോ റോഡ്, ഹ്യുമയൂൺ റോഡ്, ശാസ്ത്രി ഭവൻ, ധൌള കുവാം, നാനക്പുര, സുബ്രത്തോ പാർക്ക് എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പലയിടങ്ങളിലും മരം കടപുഴകി വീണു. ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെയും ഈ മോശം കാലാവസ്ഥ പ്രതികൂലമായി ബാധിച്ചു. ചില വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ഡൽഹിയിൽ റെഡ് അലേർട്ട് തുടരുകയാണ്. കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട വിമാനവും അവിടെ ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വഴിതിരിച്ച് വിട്ട് ലക്നൌവിലാണ് അത് ഇറങ്ങിയത്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ആണ് ഡൽഹിയിലും തുടരുന്നത്. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിലായ ഒരു അവസ്ഥയാണ് അവിടെയുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഗതാഗതത്തെ പോലും അത് പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അറബിക്കടലിൽ ചരിഞ്ഞ ചരക്ക് കപ്പൽ, അതേക്കുറിച്ചാണ്. ചരക്ക് കപ്പൽ കരയ്ക്കെത്തിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയിൽ ചരിഞ്ഞ MSC എൽസ 3 എന്ന കപ്പൽ അപകടഘട്ടം മറികടന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. കപ്പലിലെ 23 ജീവനക്കാരും സുരക്ഷിതരാണ്. 21 പേരെ ഇന്നലെ രാത്രി നാവികസേന കപ്പലിലേക്ക് മാറ്റിയിരുന്നു. ചരക്ക് കപ്പലിന്റെ സ്ഥിതി നിരീക്ഷിക്കാൻ ക്യാപ്റ്റൻ ഉൾപ്പെടെ 3 പേർ കപ്പലിൽ തന്നെ തുടരുകയാണ്. കടലിൽ വീണ കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കൾ നിറച്ചതിനാൽ അതീവ ജാഗ്രതയിലാണ് എറണാകുളവും തൃശൂരും ആലപ്പുഴയും അടക്കമുള്ള തീരമേഖല. ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, ഈ 23 ജീവനക്കാരും സുരക്ഷിതരാണ് എന്നുള്ളത് ആശ്വാസകരമാണ്. ഈ രക്ഷാ ദൌത്യം അതെങ്ങനെയാണ് തുടരുന്നത്? ക്യാപ്റ്റൻ ഉൾപ്പെടെ 3 പേർ ഇപ്പോഴും കപ്പലിൽ തന്നെ തുടരുകയാണല്ലോ. ആര്യ, ഏറ്റവും ആശ്വാസകരമായ വസ്തുത ഇന്നലെ രാത്രിയോടുകൂടി തന്നെ സ്ഥിരീകരിച്ചു. മുഴുവൻ ജീവനക്കാരെയും തന്നെ സുരക്ഷിതരാക്കാൻ കഴിഞ്ഞുവെന്നത് തന്നെയാണ് അതിൽ ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. അതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും എല്ലാം സംയോജിതമായ രക്ഷാപ്രവർത്തനമാണ് അതിൽ നമ്മൾ പറയേണ്ടത്. കാരണം പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യമായിരുന്നു കടൽ ഉണ്ടായിരുന്നത്. പക്ഷേ അത്തരം പ്രതിസന്ധികളെയെല്ലാം തന്നെ അവരുടെ പരിചയസമ്പന്നത കൊണ്ട് അതിജീവിച്ചുകൊണ്ട് സമാനതകളില്ലാത്ത രീതിയിലുള്ള ഇടപെടലുകളാണ് കോസ്റ്റ് ഗാർഡും തീരരക്ഷാസേനയും അതോടൊപ്പം തന്നെ നാവികസേനയും നടത്തിയത്. അതുകൊണ്ട് നാവികരുടെ ജീവൻ സുരക്ഷിതമാക്കാൻ കഴിഞ്ഞു എന്നതിനൊപ്പം തന്നെയാണ് അത് വലിയ രീതിയിലുള്ള അപകട ഭീഷണിയിലേക്കെല്ലാം തന്നെ നീങ്ങുകയായിരുന്നു ആ കപ്പൽ. കാരണം
ഒരു ഫീഡർഷിപ്പ് എന്നെല്ലാം തന്നെ പറയാവുന്നതാണ്. മദർഷിപ്പുകളിൽ നിന്ന് കണ്ടെയ്നറുകൾ തുറമുഖങ്ങളിൽ നിന്ന് മറ്റു ഇടങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന വലിയ രീതിയിലുള്ള ഫീഡർഷിപ്പുകളാണ്. അതുകൊണ്ട് കൂടുതൽ കണ്ടെയ്നറുകൾ അതിൽ ഉൾക്കൊള്ളാൻ കഴിയും. പക്ഷേ ഈ കണ്ടെയ്നറുകൾ അതിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളുടെ സ്വഭാവം അത് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുന്നതാണ്. കാരണം രാസവസ്തുക്കൾ അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ഉണ്ട്. അതുകൊണ്ട് ഈ സമുദ്രത്തിലേക്ക് വീണ കടലിലേക്ക് വീണ ഈ കണ്ടെയ്നറുകൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതെല്ലാം തന്നെയാണ് വലിയ രീതിയിലുള്ള ആശങ്ക ഉയർത്തിയിരുന്നത്. ഏതാണ്ട് 8ഓളം കണ്ടെയ്നറുകളാണ് ഈ രീതിയിലേക്ക് കപ്പൽ ചരിഞ്ഞതിനെ തുടർന്ന് കടലിലേക്ക് പതിക്കുകയും ചെയ്തത്. അത് നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോഴും നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും കപ്പലുകളും അതോടൊപ്പം തന്നെ ഹെലികോപ്റ്ററുകളും ഈ കടലിൽ തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഒടുവിലും റിപ്പോർട്ട് കിട്ടുന്നത്. കാരണം അവർ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നു. രക്ഷപ്പെടുത്തിയ കപ്പലിലെ ജീവനക്കാർ അവർ എപ്പോഴും കടലിലെ നാവികസേനയുടെ കപ്പലിലാണ് ഉള്ളത്. അവർ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അവർക്കില്ല. അടിയന്തര ഒരു സാഹചര്യം അവർക്ക് വൈദ്യപരിശോധന അടക്കം നൽകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. കാരണം വളരെ പെട്ടെന്ന് അവരെ ഇതിലേക്ക് രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചതെല്ലാം തന്നെ വലിയ ആശ്വാസകരമാണ്. കപ്പലിൽ തുടരുന്ന അതിൻ്റെ ക്യാപ്റ്റനും മറ്റ് 2 ജീവനക്കാരും കൂടിയുണ്ട്. അത് കപ്പൽ പഴയ സ്ഥിതിയിൽ എത്തിക്കുക, അതായത് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവന്ന കപ്പൽ കരക്കടുപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ, നങ്കൂരമിടാനുള്ള ഒരു ശ്രമങ്ങളെല്ലാം തന്നെ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ അതിൽ തുടരുകയും ചെയ്യുന്നത്. അവർ നടത്തുന്ന വലിയ പരിശ്രമങ്ങൾക്ക് നാവികസേനയുടെയും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെയും എല്ലാം തന്നെ നിർദ്ദേശങ്ങളും സഹായവും പിന്തുണയും എല്ലാം തന്നെ ലഭിക്കുന്നുണ്ട്. അങ്ങനെ അത് നിയന്ത്രിക്കുവാനുള്ളൊരു ശ്രമങ്ങൾ ഇന്നലെ മുതൽ തുടങ്ങിയ ശ്രമങ്ങൾ ഇപ്പോഴും തന്നെ തുടരുന്നുണ്ട്. ഇന്ന് 10 മണിയോടുകൂടി അത് സംബന്ധിയായ കാര്യങ്ങൾ പുതിയ ഒരു അറിയിപ്പുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും ആശ്വാസകരമായ കാര്യം മറ്റ് ജീവനക്കാർക്ക് അവർ ജീവിതം ജീവൻ സുരക്ഷിതമാക്കാനായിട്ട് അതെ ഡാഡി, ജീവനക്കാരെ സുരക്ഷിതമായി എത്തിക്കാൻ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് വലിയ ആശ്വാസകരമാണ്. പക്ഷേ ഇനി നിലനിൽക്കുന്ന ആശങ്ക എന്ന് പറയുന്നത് ഈ കണ്ടെയ്നറിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തുക്കൾ അടങ്ങിയിട്ടുള്ള ഇന്ധനമാണ്. ഇത് കടലിൽ ചോരുമോ എന്നുള്ള ആശങ്കയുണ്ട്. അങ്ങനെ ചോർന്നാൽ എന്ത് സംഭവിക്കും? ഇത് ഇപ്പോൾ ആലപ്പുഴ, എറണാകുളം, തൃശൂർ തീരങ്ങളിലാണ് അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ തീരത്തേക്ക് എത്തിയാൽ ജനങ്ങൾ അത് തുടരുത്, പോലീസിനെ അറിയിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്ന വലിയ ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതിന് ഉത്തരം നൽകാൻ ഈ ഘട്ടത്തിൽ അധികൃതർ തയ്യാറാകുന്നുണ്ടോ? അതോടൊപ്പം തന്നെ ഈ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അങ്ങനെ കടലിൽ ചോരുകയാണെങ്കിൽ എത്രത്തോളം ആശങ്കപ്പെടേണ്ട സാഹചര്യമാണ്? ആര്യ, നിലവിൽ ഇത് സംബന്ധിയായ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നത് അതിലൊരു ശാസ്ത്രീയമായമോ അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. കാരണം ഇതിൽ പ്രാഥമികമായ ഒരു വിലയിരുത്തലുകൾ മാത്രമാണ് കപ്പൽ അപകടത്തെക്കുറിച്ച് എങ്ങനെ സംഭവിച്ചു എന്നത് സംബന്ധിയായ കാര്യങ്ങളുള്ളത്. അത് കടൽക്ഷോഭം മൂലം എന്ന രീതിയിലെല്ലാം തന്നെ പറയുന്നുണ്ട്. ഏതാണ്ട് 38 നോട്ടിക്കൽ മൈൽ അകലെയാണ്, അതായത് 70 കൊച്ചിയിൽ നിന്ന് 70-75 കിലോമീറ്റർ അപ്പുറം ആണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങളിൽ കുറെ കൂടി വിലയിരുത്തലുകൾ വരേണ്ടതുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതടക്കം, ഈ കടൽക്ഷോഭമാണോ മറ്റു കാരണങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. കപ്പൽ ചരിയുകയായിരുന്നു എന്നതാണ് നമ്മളെല്ലാം തന്നെ ആ ദൃശ്യങ്ങളിൽ നിന്ന് എല്ലാം പുറത്തുവിട്ട നാവികസേന പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കുകയും ചെയ്തത്. ഇനിയുള്ളത് ഈ കണ്ടെയ്നറുകൾ, അതിൽ രാസവസ്തുക്കൾ അടങ്ങിയ കാര്യങ്ങളാണ് അതിലുള്ളത്. അപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്നതിൽ പുലർത്തേണ്ട ജാഗ്രതയാണ്. ഇത് മീൻപിടുത്തക്കാർക്കെല്ലാം, ഈ മേഖലയിലുള്ള മീൻപിടുത്തക്കാർ, മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കെല്ലാം തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ അപകടകരമായ വസ്തുക്കൾ അത് കണ്ടാൽ അത് കൈകാര്യം ചെയ്യരുത്, അതിൽ മാറി നിൽക്കുക, അറിയിപ്പ് നൽകുക എന്നതെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം ഇത് ഒഴുകുക എന്ന സ്വഭാവത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് അടുക്കാനുള്ള സാധ്യതകൾ എറണാകുളവും തൃശ്ശൂരും ആലപ്പുഴയും തുടങ്ങിയ തീരമേഖലയാണ്, ആ ഒരു ബെൽറ്റിലാണ് കൂടുതലായിട്ടും വന്നു ചേരാനുള്ള ഒരു സാധ്യത കൽപ്പിക്കുന്നത്. ഒരുപക്ഷെ ഒഴുക്കിനനുസരിച്ച് കടൽ അതിൻ്റെ ഒരു പ്രക്ഷുബ്ധ അവസ്ഥയിൽ തന്നെയാണ്. നമുക്ക് ഇപ്പോൾ ഉള്ള ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ കാണാൻ വളരെ പ്രക്ഷുബ്ധമായിരിക്കുന്നൊരവസ്ഥയിൽ തന്നെയാണ് കടൽ ഉള്ളത്. അതുകൊണ്ട് ഇത് കൂടുതൽ ഒഴുക്കിലേക്ക് പോകുവാനുള്ളൊരു സാധ്യതയും എല്ലാവരും തന്നെ അതിൽ നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് മറ്റിടങ്ങളിലേക്ക് നീങ്ങിയേക്കാം. എവിടെയാണെങ്കിലും ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ ഒരു നിരീക്ഷണം നാവികസേന അടക്കം തുടരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അത് വന്നടിയുന്ന സ്ഥലങ്ങളിൽ അത് ജാഗ്രത വേണം. ആരും തന്നെ സ്വന്തം നിലയിൽ അത് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കരുത് എന്ന ശക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കും ഇതേ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ജാഗ്രതയോടുകൂടി തീരങ്ങൾ മുന്നോട്ട് പോവുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ കടലിൽ അകപ്പെട്ട ഈ 8 കണ്ടെയ്നറുകൾ അത് തീരത്ത് അടിയുന്നത് വരെയോ അല്ലെങ്കിൽ അതിനെ എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നത് അതിലൊരു ഉറപ്പ് വരുന്നത് വരെയും ഈ തീരമേഖലയിലുള്ള ജാഗ്രത തുടരാൻ തന്നെയാണ് അധികൃതർ ആവശ്യപ്പെടുന്നത്. ആര്യ, തീർച്ചയായും ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴ, എറണാകുളം, തൃശൂർ തീരദേശ മേഖലകൾക്കാണ് ഇപ്പോൾ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 8 കണ്ടെയ്നറുകളാണ് ഇന്നലെ ഉണ്ടായ അപകടത്തിൽ കടലിൽ വീണിട്ടുള്ളത്. അത് കടൽ പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യമാണ്. തീരത്തടയാനുള്ള സാഹചര്യം തന്നെയാണ് മുന്നിലുള്ളത്. അതുകൊണ്ട് അത്തരത്തിൽ തീരത്തേക്ക് എത്തുകയാണെങ്കിൽ പൊതുജനങ്ങൾ അവിടേക്ക് പോകരുത്, അത് തുടരുത് എന്നുള്ള നിർദ്ദേശം ആദ്യം തന്നെ നൽകിയിട്ടുണ്ട്. പോലീസിനെ അറിയിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായും ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള സുരക്ഷാ സന്നാഹങ്ങളൊക്കെ എല്ലാ തീരമേഖലകളിലും തയ്യാറാണ്. അതീവ ജാഗ്രതയോടെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നതും. എന്തായാലും കടലിൽ ഈ രാസവസ്തുക്കൾ കലർന്ന് കഴിഞ്ഞാൽ എത്രത്തോളം ഭീതിതമായ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുക എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ഉത്തരം ഇതുവരെയും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ അതീവ ജാഗ്രത പുലർത്തേണ്ട സമയമാണ് എന്നുള്ളത് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്തായാലും ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം ഈ കപ്പലിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെ എല്ലാം രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ രക്ഷാദൌത്യം വിജയകരമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആ ചരിഞ്ഞ കപ്പൽ പൂർവാവസ്ഥയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ കോസ്റ്റ് ഗാർഡിന്റെ ഒക്കെ അടക്കം നേതൃത്വത്തിൽ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 മണിയോടുകൂടി പുതിയ നിർദ്ദേശങ്ങൾ, അതോടൊപ്പം തന്നെ ഈ അപകടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മൾ മറ്റ് റിപ്പോർട്ടുകളിലേക്ക് കൂടി കടന്നാൽ നമുക്കറിയാം, ഈ ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ അശാസ്ത്രീയ നിർമ്മാണം ഈ ദുരിതപ്പേത്ത് കാലത്ത് എത്രത്തോളം കൂടുതൽ ഇരട്ടി പ്രഹരമാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത്. ദേശീയപാത 66 അശാസ്ത്രീയ നിർമ്മാണത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് മലപ്പുറം വളാഞ്ചേരി പുത്തനത്തണിയിലെ സർവീസ് റോഡിന്റെ അവസ്ഥ. ഉയരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയിൽ നിന്നും സർവീസ് റോഡിൽ നിന്നുമുള്ള വെള്ളം മുഴുവൻ വീടുകളിലേക്കാണ് എത്തുന്നത്. വെള്ളം ഒരു ഡ്രെയിനേജ് നിർമ്മിച്ചോ പൈപ്പിട്ടോ വെള്ളം പ്രദേശത്തെ തോട് വരെ എത്തിക്കണമെന്നാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പുത്തനത്താണി ഉണ്ണിയാലിലാണ്. പുത്തനത്താണിയിലെ ദേശീയപാത കടന്നു പോകുന്നതിൻ്റെ സർവീസ് റോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ദേശീയപാത കുരിയാടിലെ പോലെ തന്നെ മണ്ണിട്ട് ഉയർത്തി കോൺക്രീറ്റ് കട്ടകളിൽ ആണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനോട് ചേർന്നാണ് ഈ സർവീസ് റോഡ്. ഇവിടുത്തെ പ്രധാന പ്രശ്നം ഈ സർവീസ് റോഡിൻ്റെ ഒരു ഷേപ്പ് നമുക്കിവിടെ നോക്കിയാൽ കാണാം. അത് ഒരു തോണിയുടെ ആകൃതിയിലാണ്. താഴേക്ക് പോയി പിന്നെ ഉയർന്ന് ഈ ഒരു ആകൃതിയിലാണ് ഇവിടെ സർവീസ് റോഡ് ഉള്ളത്. അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട്, ഈ ഒരു മേഖലയിലേക്കുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക്, മഴക്കാലമായതോടെ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇവിടേക്ക് അടിയുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ നമുക്ക് കാണാം, ഈ സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് വെള്ളം ഒഴുകിപ്പോകാനുള്ള ഡ്രൈനേജുകൾ ഇവിടെ നിർമ്മിച്ചത് കാണാം. ഇങ്ങനെ ഈ ഡ്രൈനേജിലൂടെയുള്ള വെള്ളം മുഴുവൻ ഇതുവഴി താഴത്തേക്ക് തുറന്നു വിട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ കാണാം, ഈ പോകുന്ന വെള്ളം വീടുകൾക്ക് ഇടയിലൂടെ ആണ് കടന്നു പോകുന്നത്. ഒരിക്കൽ വെള്ളം കുത്തിയൊലിച്ചു വന്ന് വീടിൻ്റെ ചുറ്റുമതിൽ തകർന്ന സംഭവവും അതുപോലെ വീട്ടിലേക്ക് വെള്ളം കയറിയ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവർ എങ്ങനെയാണ് ഹൈവേ അതോറിറ്റി എന്തുദ്ദേശിച്ചാണ് ചെയ്തതെന്ന് നമുക്കൊരിക്കലും അറിയില്ല. ഈ പ്രദേശത്ത് സർവീസ് റോഡിലൂടെ വരുന്ന വെള്ളവും അതുപോലെ തന്നെ ഹൈവേയിൽ നിന്ന് വരുന്ന വെള്ളവും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന വെള്ളവും ഇപ്പം എന്തെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് കണക്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. പക്ഷേ എന്തെയില്ല, ഇത്രയും വെള്ളം ഉൾക്കൊള്ളാനുള്ള തോട് ഇവിടെ ഇല്ല എന്നുള്ളതാണ് വലിയ പ്രശ്നം. സംരക്ഷണ ഭിത്തിയില്ല, ഒന്നുമില്ല. വീട്ടിലൊക്കെ മൊത്തം മണ്ണ് ചളിയൊക്കെ കയറിയിരുന്നു, മുറ്റതൊക്കെ. പിന്നെ ഇതിൽ കൂടെ അങ്ങനെ തോട്ട് കൂടെ അങ്ങനെ ഒഴുക്കി വിടേണ്ട ഒരു സാഹചര്യമാണ്. ഈ ഒഴുകണ വെള്ളം മുഴുവൻ വീട്ടിലേക്കാണ് അത് ഇതങ്ങനെ പൊട്ടിയിട്ട് ഇതെങ്ങനെ അങ്ങോട്ട് ഒഴുകിയിട്ട് അങ്ങനെ വന്നിട്ട് ഞങ്ങളെ വീടിന്റെ 4 പുറത്തു കൂടി വന്നു. ചുറ്റുമതിലൊക്കെ ആകതായിരുന്നു, അടുക്കളയിലൊക്കെ വെള്ളം കയറിയിരുന്നു. ഇത് ഇവിടുത്തെ ഒരു കാഴ്ച എങ്ങനെയാണെങ്കിൽ 100 മീറ്റർ അപ്പുറത്തുള്ള സാഹചര്യം മറ്റൊന്നാണ്. ഈ സർവീസ് റോഡിൻ്റെ ഇറക്കത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട സർവീസ് റോഡ് തുടങ്ങുന്ന വഴിയായിരുന്നു ഡ്രൈനേജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ കാണാം ഡ്രൈനേജിൻ്റെ ഡ്രൈനേജൊക്കെ ഇതിൻ്റെ അടിയിൽ തന്നെ ഉണ്ട്. വെള്ളം ഇതിനടിയിലൂടെയാണ് ഒഴുകി പോകുന്നത്. പക്ഷേ ഈ സർവീസ് റോഡ് കൃത്യമായിട്ട് ആ ഇറക്കത്തിൻ്റെ കൃത്യം മധ്യത്തിലെത്തുമ്പോൾ അവിടുന്ന് അങ്ങോട്ട് ഈ വെള്ളം എവിടേക്ക് തള്ളിപ്പോകുമെന്ന് അറിയാത്ത ഒരവസ്ഥയാണ്. ഇവിടെ നിന്ന് ഇത് ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഹൈവേ അതോറിറ്റി ഒരുക്കിയിട്ടില്ല. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ വീടിൻ്റെ മുമ്പിലേക്ക് നമുക്ക് നോക്കിയാൽ കാണാം, ഈ ഡ്രൈനേജിലെ വെള്ളം മുഴുവൻ ഇവിടെ ഉറവയായി വന്ന് ഈ വീടിൻ്റെ മുൻപിലൂടെ ഒഴുകി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ
ഇങ്ങനെ വരുന്ന വെള്ളം ശാസ്ത്രീയമായിട്ട് ഇവിടുത്തെ താമസക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ താഴേക്ക് ഒഴുക്കി കളയാനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ വേണ്ടത്. മഴ മാറിയിട്ട് ഏകദേശം 4 മണിക്കൂറിലധികമായി. ഇപ്പോഴും മഴ പെയ്യുമ്പോൾ തന്നെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം ഇല്ലാഞ്ഞാൽ മൊത്തം കുത്തിയൊലിച്ചു പോകും. റോഡും നമുക്ക് വീടിനും ഭീഷണിയാണ്, തൊട്ട് താഴെയുള്ള വീടുകൾക്കും ഭീഷണിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഉറച്ച പരിഹാരം ഞങ്ങൾക്ക് ചെയ്തു തരാനുള്ളത്, ഇവിടെ പൊട്ടിച്ചിട്ട് ഒരു 150-200 മീറ്ററിൻ്റെ അടുത്ത് ഞങ്ങളെ വലിയ തോടുണ്ട് താഴെ. ആ തോട്ടിലേക്ക് ഈ റോഡിൻ്റെ സെൻറ്ററിലൂടെ ഒരു ഡ്രൈനേജ് കൊണ്ടുപോകുക എന്നുള്ളതാണ്. സർവീസ് റോഡിലൂടെയും മുകളിലെ ദേശീയപാതയിലൂടെയുള്ള വെള്ളം മുഴുവൻ ഡ്രൈനേജായി ഇവിടെ എത്തുകയും അത് ഇവിടെ നിന്ന് വീടുകൾക്ക് മുമ്പിലൂടെ താനെ ഉറവയായിട്ട് പോകുന്നൊരു സാഹചര്യം. അതിന് പകരം ഇവിടെ ഒരു പൊട്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ ഇവിടെ മുറിച്ച് താഴെയുള്ള തോട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകാനുള്ള സംവിധാനം നിർമ്മിക്കണമെന്നാണ് ഈ പ്രദേശവാസികൾക്ക് പറയാനുള്ളത്. ഒപ്പം തന്നെ ഈ സർവീസ് റോഡിന് സംരക്ഷണ ഭിത്തി അടക്കം ഉറപ്പാക്കി ഇവരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം കൂടി ഇതിൻ്റെ നിർമ്മാതാക്കൾക്കുണ്ട് എന്നുകൂടി പ്രദേശവാസികൾ ഓർമ്മിപ്പിക്കുകയാണ്. ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഇനി ചില രാഷ്ട്രീയ കാര്യങ്ങൾ കൂടി നോക്കാം. ന്യൂസ് 18ന്റെ സ്വന്തം റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. തിരുവനന്തപുരം ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലങ്ങളിലെ 6 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ 20 പ്രൈം മണ്ഡലങ്ങൾ ലക്ഷ്യം വെച്ച് BJPയുടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തുടങ്ങുന്നു. LDF, UDF മുന്നണികളിൽ നിന്ന് ജനസ്വാധീനമുള്ള നേതാക്കളെ ഒപ്പം ചേർത്ത് സാധ്യത ഏറിയ മണ്ഡലങ്ങളിൽ താമര വിരിയിക്കാനുള്ള തന്ത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരനും കടുത്ത പോരാട്ടം നടക്കുന്ന തലസ്ഥാനത്തെ 2 മണ്ഡലങ്ങളിലായി മത്സരരംഗത്ത് ഇറങ്ങുമെന്നാണ് സൂചന. ിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒന്നാമതെത്തിയ 11 നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് അനൌദ്യോഗിക പ്രചാരണം നേരത്തെ തന്നെ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘടനാ തലത്തിൽ പുരോഗമിക്കുന്നത്. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ തിരുവനന്തപുരം സെൻട്രൽ, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം നിയമസഭാ മണ്ഡലങ്ങൾക്ക് പുറമെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെട്ട ആറ്റിങ്ങൽ, കാട്ടാക്കട തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങളിലുമാണ് BJP ഏറ്റവും സാധ്യത കൽപ്പിക്കുന്നത്. നേമത്ത് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖറും വട്ടിയൂർക്കാവിൽ മുൻ സംസ്ഥാന അധ്യക്ഷനും മുതിർന്ന നേതാവുമായ കുമ്മനം രാജശേഖരനും മത്സരരംഗത്ത് ഇറങ്ങിയേക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 22,613 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നേമത്ത് ഒന്നാമതെത്തിയതിന് പുറമെ വട്ടിയൂർക്കാവിൽ 8,162, കഴക്കൂട്ടത്ത് 10,842, കാട്ടക്കടയിൽ 4,779, ആറ്റിങ്ങലിൽ 6,287 ഇങ്ങനെയായിരുന്നു BJPയുടെ ഭൂരിപക്ഷം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP 2ാം സ്ഥാനത്തെത്തിയ 8 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ട നെയ്യാറ്റിൻകരയിലും കോവളത്തും പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് BJP നേതൃത്വത്തിന്റെ തീരുമാനം. വിജയപ്രതീക്ഷയുള്ള പ്രൈം മണ്ഡലങ്ങളിൽ LDFിലെയും UDFിലെയും അസംതൃപ്തരായ നേതാക്കളെയും പ്രവർത്തകരെയും ഒപ്പം കൂട്ടാനുള്ള ചർച്ചകളും ഇതിനോടകം ആരംഭിച്ചതായാണ് വിവരം. സംഘടനാ തലത്തിൽ നിലനിൽക്കുന്ന തർക്കങ്ങളും വീഴ്ചകളും പരിഹരിച്ച് മത്സരരംഗത്ത് സജീവമായാൽ 20 നിയമസഭാ മണ്ഡലങ്ങളിൽ ജയമുറപ്പിക്കാനാകുമെന്ന വിലയിരുത്തലിലാണ് BJP കേന്ദ്രങ്ങൾ. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇനി മലപ്പുറം കാളികാവിലേക്ക് പോയാൽ അവിടെ ടാപ്പിംഗ് തൊഴിലാളി ഗഫൂറിനെ കൊന്ന കടുവയെ 10 ദിവസമായിട്ടും പിടികൂടാനായിട്ടില്ല. കടുവയുടെ സഞ്ചാരപഥം മനസ്സിലാക്കി 3 ഇടങ്ങളിലാണ് കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കടുവയുടെ ദൃശ്യം പതിഞ്ഞ കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റ് C1 ബ്ലോക്കിൽ കൂട് സ്ഥാപിച്ചു. സൈലന്റ് വാലി പ്രദേശങ്ങളോട് ചേർന്നാണ് കടുവ നിലയുറപ്പിച്ചിരിക്കുന്ന മേഖല എന്നതും ഇവിടുത്തെ ചെങ്കുത്തായ ഭൂപ്രകൃതിയും കൊടുംകാടും ദൌത്യത്തിന് വെല്ലുവിളിയാണ്. CV അനുമോദ് മലപ്പുറത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, ഈ ചെങ്കുത്തായ ഭൂപ്രകൃതി, കൊടുംകാട്, ഇതൊക്കെ വില്ലനായി നിൽക്കുന്ന സാഹചര്യമാണ് ഈ ദൌത്യത്തിന്. പക്ഷേ അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ സാഹചര്യം ആലോചിച്ച് നോക്കൂ. അവരുടെ കൂട്ടത്തിൽ ഒരാളെ കടുവ കടിച്ചു കീറി കൊന്നു തിന്നിട്ട് 10 ദിവസം പിന്നിടുകയാണ്. ദൌത്യം അവിടെ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഒന്ന് വീടിന് വെളിയിലേക്ക് പോലും മനസ്സമാധാനത്തോടെ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം. ഈ കടുവ എവിടെയാണ്, എങ്ങനെ, എപ്പോ പിടിയിലാകും? അവർക്ക് ആശ്വാസകരമായി എങ്ങനെ ഇനി ഏത് ദിവസം മുതൽ ഒന്ന് ജീവിച്ചു തുടങ്ങാൻ കഴിയും എന്നുള്ള ആശങ്കയൊക്കെ അവിടെ ശക്തമായി നിലനിൽക്കുകയല്ലേ? എന്താണ് ഈ ദൗത്യം ഇങ്ങനെ നീണ്ടുപോകുന്നതിൽ പ്രദേശവാസികളുടെയൊക്കെ ഒരു പ്രതികരണം? ആര്യ, പ്രദേശവാസികൾ വലിയ ആശങ്കയിലാണ്. 2 പഞ്ചായത്തുകളിലായിട്ട് ഇത്രയും അധികം 2 പഞ്ചായത്തുകൾ മലപ്പുറം ജില്ലയിൽ ഏറ്റവും വലിയ 2 പഞ്ചായത്തുകളിലാണ് കരുവാരക്കുണ്ടും കാളികാവും.
ആ പഞ്ചായത്തുകളായിട്ട് 10ഓളം വാർഡുകളിലെ ആളുകളാണ് ഇപ്പോൾ ഈ ഒരു കടുവാ ഭീതിയെ തുടർന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ ഉപജീവനത്തിന് പോകാൻ കഴിയാത്തൊരവസ്ഥയിലുള്ളത്. ഈ ദിവസങ്ങളിലൊക്കെ വനം വകുപ്പ് അവർക്ക് കഴിയുന്ന രീതിയിലെല്ലാം ഈ ഒരു ശ്രമത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സാധ്യമായതൊക്കെ ചെയ്യുന്നുണ്ട്. ഈ മേഖലകളിലൊക്കെ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുന്നു, കടുവയെ എവിടെ കണ്ടു എന്ന് പറഞ്ഞാൽ അവിടെ എത്തി പരിശോധിക്കുന്നു, വരാൻ സാധ്യതയുള്ളിടത്തെല്ലാം കൂടുവെക്കുന്നു, ലൈവ് ക്യാമറകൾ സെറ്റ് ചെയ്യുന്നു. അതുപോലെ ചെങ്കുത്തായ നമുക്ക് പോകാൻ ദുഷ്കരമായ മേഖലകളിൽ പോലും കടന്നു ചെന്ന് തെരച്ചിൽ നടത്തുന്നു. അപ്പോൾ സാധ്യമായതെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിലും കടുവയെ പിടികൂടുക എന്നത് മാത്രം ഇപ്പോഴും തുടർന്ന് ആ ശ്രമങ്ങൾ മാത്രമായിട്ട് അവസാനിക്കുകയാണ്. അത് ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കാരണം ഈ ഒരു മേഖലയിലെ ആളുകളൊക്കെ തന്നെ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട കൃഷി ജോലികളും അതുപോലെ റബ്ബർ ടാപ്പിങ്ങും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. അവർക്കൊക്കെ ഈ കടുവ പേടി കാരണം രാവിലെയും വൈകുന്നേരവും ഒന്നും ജോലിക്ക് പോകാനോ ജോലി കഴിഞ്ഞ് വരാനോ സാധാരണഗതിയിൽ അതിരാവിലെയാണ് റബ്ബർ ടാപ്പിങ്ങിന്റെ സമയവും ഉണ്ടാവുക. മാത്രമല്ല ഈ പണിക്ക് പോയി വരുന്നവരൊക്കെ 6 മണിക്ക് മുമ്പ് വീട്ടിലെത്തണം എന്നുള്ളതും ഈ സാഹചര്യത്തിൽ അധികൃതർ മുന്നറിയിപ്പായിട്ട് നൽകുമ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ഉപജീവനം തന്നെ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ വലിയ പ്രക്ഷോഭങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഈ മേഖല സാക്ഷ്യം വഹിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ കൂടിയാലോചനകളൊക്കെ ആ മേഖലയിൽ പുരോഗമിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു ആഴ്ച ഈ ദിവസങ്ങളിൽ കൂടി വനംവകുപ്പിന്റെ ദൗത്യം ഏത് തരത്തിൽ മുന്നോട്ട് പോകുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുക. എന്നാണെങ്കിലും വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ കാലാവസ്ഥയും ഭൂപ്രകൃതിയും എല്ലാം അവിടെ ആ മിഷന് വലിയ തടസ്സമാകുന്ന സാഹചര്യമാണ് എന്നുള്ളതാണ് ആ മേഖലയിലെ ഒരു യാഥാർത്ഥ്യം. തീർച്ചയായും അതാണ്. ദൗത്യം 10 ദിവസം പിന്നിടുമ്പോഴും ദൗത്യസംഘം ഊർജ്ജസ്വലമായി അവരുടെ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഭൂപ്രകൃതി അത്രത്തോളം വില്ലനായി നിൽക്കുന്ന സാഹചര്യമാണ്. എന്നാൽ പോലും അതിനെയൊക്കെ അതിജീവിച്ച് ഈ ദൗത്യസംഘം മുന്നോട്ട് നീങ്ങുന്നുണ്ട്. പക്ഷേ ഈ ദൗത്യം വിജയകരമാക്കാൻ നിർഭാഗ്യവശാൽ സാധിക്കുന്നില്ല. ഇപ്പോൾ ഈ ദുരിതപ്പെയ്ത്ത് കൂടിയായ സാഹചര്യത്തിൽ ഈ ദൗത്യവും കൂടുതൽ ദുഷ്കരമാകും എന്നുള്ളതാണ് സാഹചര്യം. പ്രധാനപ്പെട്ട മറ്റു വാർത്തകൾ കൂടി നോക്കാം. ഭീകരതയുടെ ഇരയാണ് ഇന്ത്യ എന്ന് ശശി തരൂർ. ഭീകരവാദത്തെ നേരിടാൻ ആഗോള സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്നും ശശി തരൂർ പറഞ്ഞു. ന്യൂയോർക്കിലെ സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് സ്മാരകത്തിൽ തരൂർ നേതൃത്വം നൽകുന്ന സംഘം പുഷ്പാർച്ചന നടത്തി. बहुत गंभीर विषय है. देखिए, हम तो वो सितंबर 11 का मेमोरियल पे गए एक संदेश देने के लिए कि इस विषय पे जब न्यूयॉर्क भी आतंकवादियों के आक्रमण सही लिया है 20 साल पहले, तो ये है हमारा अनुभव भी. हम चाहते हैं कि वो समझे कि इसमें एकजुटता की जरूरी है. हम सब एक साथ है इसमें, और हमें भी अमेरिका के जैसे दुनिया को एक रिजॉल्व दिखाना चाहिए कि हम बिल्कुल इस किस्म के आतंकवादी आक्रमणों के खिलाफ हैं और हम एक्शन लेंगे और हम सख्त रहेंगे. तो ये सब मेरे ख्याल में बहुत महत्वपूर्ण थे. उसके बाद हम आके लोगों से बात की. यहाँ ये तो करीब 2 घंटे की बातचीत हुई. कई लोग थे जो 3-4 तो भारतीय नहीं थे, बाकी तो अमेरिकन लेकिन भारतीय ओरिजिन के, और बहुत किस्म के बैकग्राउंड, कुछ मीडिया के थे, कुछ यूनिवर्सिटीज, कुछ दूसरे स्थान पे. और मेरे ख्याल में उनका प्रश्न सुन के हमें जवाब दे पाना और उनको समझाना ये भी बड़ी ज़रूरी है. क्योंकि अमेरिकन पब्लिक ओपिनियन जो कहते हैं, जो जनता की राय है, हमारे जो भारतीय अमेरिकन्स होते हैं उनका समर्थन, उनके साथ ये सब समझना बड़ी ज़रूरी होती है. तो इसलिए मैंने आके यहाँ मैं और मेरे साथियों उनसे बात करने में इतना समय दिया, क्योंकि ये भी हमारे लिए, हमारे देश के लिए महत्वपूर्ण है. ബൈജയന്ത് പാണ്ഡ നേതൃത്വം നൽകുന്ന സംഘം ബഹ്റൈനിലും സുപ്രിയ സുലെ നേതൃത്വം നൽകുന്ന സംഘം ഖത്തറിലും സന്ദർശനം നടത്തുകയാണ്. ER രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ER, വെരി ഗുഡ് മോർണിംഗ്. ശശി തരൂർ ന്യൂയോർക്കിലെത്തി ഗയാനയിലാണ് ഇന്ന് സന്ദർശനം നടത്തുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഈ ഭീകരവാദത്തിനെതിരെ ശക്തമായി സംസാരിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഇവിടുന്ന് പുറപ്പെട്ടു പോയ സംഘങ്ങളുടെ എല്ലാം ലക്ഷ്യം. ആ ദൗത്യം അവർ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനപ്പുറം രാഷ്ട്രീയം ഒന്നും സംസാരിക്കേണ്ട സാഹചര്യം ഇവിടെ ഇല്ലെന്നും രാഷ്ട്രീയം സംസാരിക്കില്ലെന്നും നിലപാട് നേരത്തെ തന്നെ തരൂർ വ്യക്തമാക്കിയതുമാണ്. തരൂറിന്റെ സംഘം അവരുടെ സന്ദർശനം, അതോടൊപ്പം തന്നെ മറ്റ് ദൗത്യ സംഘങ്ങളുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി.
ഗയാനയാണ് ആദ്യം തരൂർ നേതൃത്വം നൽകുന്ന സംഘം സന്ദർശിക്കുന്ന രാജ്യം. ഗയാനയ്ക്കുള്ള യാത്രാ മധ്യയാണ് ഇവർ ന്യൂയോർക്കിലെത്തിയത്. തുടർന്നാണ് വേൾഡ് ട്രേഡ് സെന്റർ അടക്കം സെപ്റ്റംബർ 11 ആക്രമണത്തിന്റെ സ്മാരകത്തിൽ ഇവർ സന്ദർശനം നടത്തിയത്. തുടർന്നാണ് ശശി തരൂർ, പ്രത്യേകിച്ച് ഇന്ത്യയും ഭീകരവാദത്തിന്റെ ഇരയാണ്. അമേരിക്കയിൽ 2001 നടന്നതുപോലെ ഇന്ത്യയും ഇത്തരത്തിൽ ഭീകരവാദത്തിന് ഇരയാണെന്ന് വ്യക്തമാക്കിയത്. ഇത്തരം ഭീകരവാദത്തെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ ആഗോള സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്ന ആഹ്വാനവും തരൂരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിനുശേഷം ഇന്ത്യൻ കോൺസുലേറ്റിലും വിശദമായി തന്നെ പ്രതികരിച്ചു ശശി തരൂർ. അതിനാണ് പാകിസ്ഥാൻ, പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും ഇന്ത്യ ഇത്തരത്തിൽ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന് തരൂർ വ്യക്തമാക്കുകയും ചെയ്തത്. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും അത്തരം സമീപനമല്ല ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ ഭൂമി സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ പല വഴിക്ക് പാകിസ്ഥാൻ നടത്തുന്നു. അത് നേരിട്ട് സാധിക്കാത്തപ്പോൾ ഇത്തരത്തിൽ തീവ്രവാദത്തിന് പ്രോത്സാഹനം നൽകുന്നു തരത്തിലുള്ള പരാമർശവും തരൂർ നടത്തുകയുണ്ടായി. ഏതായാലും ഈ സംഘം ന്യൂയോർക്കിൽ നിന്ന് ഇന്ന് ജോർജ് ടൗണിലേക്ക്, ഗയാനയിലെ ജോർജ് ടൗണിലേക്ക് യാത്ര തിരിക്കും. അവിടെയാണ് ആദ്യ സന്ദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷം ബ്രസീലും കൊളംബിയയും പാനമയും സന്ദർശിക്കും. വീണ്ടും ഏറ്റവും ഒടുവിലാണ് US-ഉമായുള്ള കൂടിക്കാഴ്ച. US-ൽ അവർ വാഷിംഗ്ടൺ DC-യിൽ അവർ എത്തിച്ചേരുകയും ചെയ്യുന്നത്. അങ്ങനെ 5 രാജ്യങ്ങളാണ് ഈ സംഘം സന്ദർശനം നടത്തുന്നത്. ഇതിനൊപ്പം തന്നെ മറ്റു സംഘങ്ങളുടെ യാത്രയും തുടരുകയാണ്. പ്രത്യേകിച്ച് ബൈജയന്ത് പാണ്ഡ BJP നേതാവാണ്. അദ്ദേഹം നയിക്കുന്ന സംഘം ഇപ്പോൾ ബഹ്റൈനിലാണുള്ളത്. ബഹ്റൈനിൽ അവിടെ ഇന്ത്യൻ സമൂഹവുമായും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരുമായൊക്കെ തന്നെ അവർ കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയിൽ ബൈജയന്ത് പാണ്ഡ വ്യക്തമാക്കിയ കാര്യം, ഭീകരവാദത്തിന് പ്രോത്സാഹനം നൽകുന്ന സമീപനം പാകിസ്ഥാൻ അവസാനിപ്പിക്കണം, ഭീകരവാദവും മറുവശത്ത് ചർച്ചയും അത് ഒരു തരത്തിലും മുന്നോട്ട് പോകില്ല എന്ന പ്രതികരണമാണ് ഇപ്പോൾ ബൈജയന്ത് പാണ്ഡയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആര്യ. ശരി, ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ NDAയിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും യോഗം ഇന്ന് ഡൽഹിയിൽ നടക്കും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം മുഖ്യമന്ത്രിമാരെയും ഉപമുഖ്യമന്ത്രിമാരെയും അറിയിക്കുകയാണ് യോഗ ലക്ഷ്യമെന്നാണ് BJPയുടെ വിശദീകരണം. പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ കേന്ദ്രത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഏകോപനമാണ് യോഗ ലക്ഷ്യമെന്ന് വിലയിരുത്തുന്നു. ഒപ്പം ദേശീയ സുരക്ഷയും ഭീകരവാദവും മുഖ്യ വിഷയമായി കണ്ട് സംസ്ഥാനങ്ങളിൽ നടത്തേണ്ട പ്രചാരണവും യോഗത്തിൽ ചർച്ചയാകും. ഇന്നലെ നീതി ആയോഗ് യോഗത്തിൽ അസാന്നിധ്യം കൊണ്ട് വാർത്തയായ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുമോ എന്നതും പ്രധാനമാണ്. ഇനി മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി മടങ്ങുകയാണ്. ഇടുക്കി ലോ റേഞ്ച് മേഖലയിൽ രാത്രി ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ്. മലങ്കര ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നു. തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളിൽ ജലനിരപ്പ് ഉയരും. PA സാഗർ അല്പസമയത്തിനകം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. ഇടുക്കി മേഖലകളിലും ഇടുക്കി ജില്ലയിലും ഒന്നാകെ ശക്തമായ മഴ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ മലങ്കര ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നിരിക്കുന്ന സാഹചര്യം. മലങ്കര ഡാം തുറന്ന സാഹചര്യത്തിൽ തന്നെ തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങളിൽ ഉള്ളവർ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. PA സാഗർ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സാഗർ, ഈ മലങ്കര ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നു. തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളിലൊക്കെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം. തീരപ്രദേശത്തുള്ളവർക്ക് ഏത് തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് നൽകുന്നത്? ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച ശക്തമായ മഴ ഇടുക്കി ജില്ലയിൽ ഇപ്പോഴും തുടരുകയാണ്. ജില്ലയുടെ ലോ റേഞ്ച് മേഖലയിലടക്കം, തൊടുപുഴ ഉൾപ്പെടെയുള്ള മേഖലയിലടക്കം ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ജില്ലയുടെ ഹൈറേഞ്ച് മേഖലകളും അടിമാലി, മൂന്നാർ, കട്ടപ്പന മേഖലയിൽ ഉൾപ്പെടെ ശക്തമായ മഴയാണ് പെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ അല്പം മാറി നിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തൊടുപുഴ മലങ്കര ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നുവിട്ടത്. ഡാമിലെ ഷട്ടറുകളിൽ 5 എണ്ണമാണ് തുറന്നത്. ജലനിരപ്പ് ഉയർന്നതിനാലാണ് ഷട്ടറുകൾ തുറന്നതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളിൽ അതുകൊണ്ട് തന്നെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഈ മലങ്കര ഡാം പ്രത്യേകിച്ച് ജനവാസ മേഖലയിലൂടെയാണ് ഈ മലങ്കര ഡാം കടന്നു പോകുന്നത്. തൊടുപുഴ, മൂവാറ്റുപുഴ ആറിന്റെ ഇരുകരകളിലും ഒട്ടേറെ കുടുംബങ്ങളാണ് അധിവസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മലങ്കര അണക്കെട്ട് തുറക്കുമ്പോൾ കൃത്യമായ മുന്നറിയിപ്പ് നൽകണമെന്ന നിർബന്ധമുണ്ട്. ആ ഒരു നിബന്ധന ലംഘിച്ചാണ് ഇപ്പോൾ ഇന്നലെ രാത്രിയാണോ ഇന്ന് രാവിലെയാണോ എന്ന് കൃത്യമായി പറയാൻ പറ്റില്ല ഡാം തുറന്നത്. എന്തായാലും തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ട്.
അതുപോലെ തന്നെ മഴ പെയ്തു തുടങ്ങിയപ്പോൾ തന്നെ ജില്ലയിൽ മഴക്കെടുതികളും തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിലും കാറ്റിലും ജില്ലയിൽ ഒട്ടേറെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും വൈദ്യുതി ബന്ധം താറുമാറായി, മരങ്ങൾ വീണും മണ്ണിടിഞ്ഞും ഗതാഗത തടസ്സമുണ്ടായി. ഈ അപകടങ്ങളെല്ലാം ഒഴിവാക്കുവാൻ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. എന്നാൽ ശക്തമായ മഴ രാവിലെ തന്നെ പെയ്യുന്നുണ്ട്. നാളെ റെഡ് അലർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ കാലവർഷം ആരംഭിച്ച പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കട്ടപ്പന നഗരസഭയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ജില്ലയുടെ മലയോര മേഖലയിലേക്ക് ഉൾപ്പെടെയുള്ള യാത്രകൾ ശ്രദ്ധയോടെ വേണം യാത്ര ചെയ്യുവാനെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം കനത്ത മഴ പെയ്യുന്ന പശ്ചാത്തലത്തിൽ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ളവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതയോടെ വേണം യാത്ര ചെയ്യുവാനെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. ശരി, പി എ സാഗറാണ് വിവരങ്ങൾ നൽകിയത്. മലങ്കര ഡാം ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. മൂവാറ്റുപുഴ, തൊടുപുഴ ആറുകളുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ 2047 മുൻപ് ഇന്ത്യ വികസിത രാജ്യമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതം ഏതെങ്കിലും പാർട്ടിയുടെ അജണ്ടയല്ല, 140 കോടി ജനതയുടെ സ്വപ്നമാണെന്നും മോദി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന് ചിറ്റമ്മ നയമെന്നായിരുന്നു NDA ഇതര സംസ്ഥാനങ്ങൾ യോഗത്തിൽ ഉയർത്തിയ വിമർശനം. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, പുതുച്ചേരി മുഖ്യമന്ത്രി N രംഗസ്വാമി എന്നിവർ യോഗത്തിൽ നിന്നും വിട്ടുനിന്നു. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അതിശയകരമായ പുരോഗതി കൈവരിക്കാനാകുമെന്നായിരുന്നു യോഗത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദേശം. ഓരോ നഗരവും ഓരോ ഗ്രാമവും വികസിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിച്ചാൽ വികസിത ഭാരതം 2047 മുൻപ് യാഥാർത്ഥ്യമാകും. പ്രതിപക്ഷ നിരയിലെ 9 മുഖ്യമന്ത്രിമാരിൽ 3 പേർ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന് പകരം ധനമന്ത്രി KN ബാലഗോപാലാണ് യോഗത്തിൽ പങ്കെടുത്തത്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളിലുള്ള അതൃപ്തി യോഗത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പരസ്യമാക്കി. സഹകരണ ഫെഡറലിസത്തിന്റെ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറഞ്ഞു. കേന്ദ്രത്തിന്റെ വിവേചനത്തെക്കുറിച്ചായിരുന്നു പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിമാരുടെ വിമർശനം. മാവോയിസ്റ്റ് അക്രമങ്ങൾക്ക് പേരുകേട്ട ബസ്തർ ഇപ്പോൾ വികസനം, തൊഴിലവസരം, സ്വാശ്രയത്വം എന്നിവയ്ക്ക് മാതൃകയായി ഉയർന്നുവരുന്നുവെന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദിയോ സാഹിബ് ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. രാജ്യത്തിപ്പോൾ കോവിഡ് ആശങ്ക കൂടി നിലനിൽക്കുന്ന സാഹചര്യമാണെന്ന് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. താനെയിലും ബംഗളൂരുവിലും കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. താനെയിൽ 21 വയസ്സുള്ള പുരുഷനാണ് മരിച്ചത്. താനെയിൽ ഇതുവരെ 18 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ബംഗളൂരുവിൽ 84-കാരനാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. കേന്ദ്ര ആരോഗ്യ വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം രാജ്യത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്തി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് കോവിഡ് കൂടുതൽ റിപ്പോർട്ട് ചെയ്തത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് യോഗം വിലയിരുത്തി. ഇനി നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്കാണ് കടക്കുന്നത്. തൃശൂർ പുത്തൂർ ചോച്ചേരിക്കുന്നിലുള്ള ഋഷഭ് ദേവിന്റെ പിറന്നാളാണിന്ന്. ആശംസകളുമായി അച്ഛൻ ശരത് കുമാറും അമ്മ ആര്യ ശരത് കുമാറും അനിയത്തി കാശ്മി നക്ഷത്രയുമാണ് ചേരുന്നത്. അപ്പോൾ കുടുംബത്തിന് മാത്രമല്ല ന്യൂസ് 18ന്റെ എല്ലാവിധ ആശംസകളും ഋഷഭ് മോന് അറിയിക്കുകയാണ്. എ വെരി ഹാപ്പി ബർത്ത്ഡേ മോനെ. തിരുവനന്തപുരം കഴക്കൂട്ടം പുല്ലുകാടുള്ള വൈഗയുടെ പിറന്നാളാണിന്ന്. ആശംസകളുമായി അച്ഛൻ വൈശാഖും അമ്മ അഞ്ജുവുമാണ് ചേരുന്നത്. അപ്പോൾ അച്ഛന്റെയും അമ്മയുടെയും ആശംസകൾക്കൊപ്പം ന്യൂസ് 18 കുടുംബത്തിന്റെ ആശംസകൾ കൂടി അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ വൈഗ. മേക്കപ്പ് ആർട്ടിസ്റ്റായ ജിഹാസ് പൂവച്ചലിന്റെ ജന്മദിനമാണിന്ന്. ആശംസകൾ അറിയിക്കുന്നത് സുഹൃത്തായ അരുൺ പള്ളിപ്പുറമാണ്. അപ്പോൾ ജിഹാസിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ കാണാം. പോലീസ് പെട്രോളിൽ ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.